Good afternoon. Good afternoon, ma'am. പിള്ളേര് കുറവാണല്ലോ. കേറുന്നുണ്ടോ? 16 സ്റ്റുഡൻസ് ആയിട്ടുള്ളല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ് ആണ് അല്ലെ. അതില് കുറച്ച് പോയിന്റ്സുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് കണ്ടെയ്നിങ് റേസിംഗ് കോസ്റ്റ്, മെഡിക്കൽ എറേഴ്സ്, മൂന്നാമത് പറഞ്ഞത് ക്വസ്റ്റ്യനബിൾ റിസൾട്ട് ഫ്രം ഹൈ കോസ്റ്റ്. ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? പാർട്ട്ണറിംഗ് വിത്ത് ഡോക്ടേഴ്സ്. Healthcare executives need to develop a relationship with the doctors who obviously play a key role in the industry. Partnering with the doctors often does not happen effectively if hospitals and other medical facilities are to change a better relationship are needed. ഇവിടെ പറയുന്നത് എന്താ? Healthcare executives need to develop a relationship with the doctors who obviously play a key role in the industry. എന്താണ് ഈ ഡോക്ടേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യം. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ടും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്? പാർട്ട്ണറിംഗ് വിത്ത് ദ ഡോക്ടേഴ്സ് ഓഫ്റ്റൻ does not happen effectively if hospitals and other medical facilities are to change better relationship are needed. ഇനി ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ അതർ മെഡിക്കൽ ഫെസിലിറ്റീസിലും ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു ഡോക്ടേഴ്സ് എന്തെങ്കിലും കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർ കൊടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലോ നല്ല രീതിയിൽ അവിടെ വരുന്ന രോഗികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മറ്റുള്ള സ്റ്റാഫിനെ കൊണ്ട് പറ്റില്ല. നമുക്കറിയാം ഒരു നല്ല രീതിയിൽ ഹെൽത്ത് കെയർ മേഖലകളില് അവർക്ക് എന്താണ് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് എന്താണ്? എല്ലാ സ്റ്റാഫുകളും ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, അതർ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അതർ മെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് കോർപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് അവർക്ക് എന്താണ് ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. നല്ലൊരു ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസിലും ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ടെക്നോളജീസിലായാലും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ഓപ്പറേഷൻസിലായാലും ചേഞ്ചുകൾ സംഭവിക്കുമ്പോൾ അവിടെയുള്ള ഓരോ സ്റ്റാഫുകളും കോർഡിനേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ സക്സസ് ആവാനായിട്ട് നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ സക്സസിലേക്ക് പോവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്.
ഇനി നെക്സ്റ്റ് ആണ് വേ forward of GeoBIS contribution. The healthcare industry is inherently complex and facing significant structural changes that require every provider to organize around a new set of standards, including values, accountability, quality, efficiency, and transparency. ഇപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഹെറിറ്റന്റ്ലി കോംപ്ലക്സ് ആണ് അല്ലെ? ഒരു കോംപ്ലക്സ് ഏരിയ ആണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ഏരിയ ആണ്. ഫേസിങ് സിഗ്നിഫിക്കന്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ദാറ്റ് require every provider to organize around a new set of standards, including values, accountability, quality, efficiency, and transparency. അതുകൊണ്ട് തന്നെ പല ചേഞ്ചസുകളും വരാം അല്ലെ? ഒരു കോംപ്ലക്സ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ മേഖല ഇൻഡസ്ട്രീസ് ഒരു കോംപ്ലക്സ് ഏരിയ ആയതുകൊണ്ട് തന്നെ പല ചേഞ്ചസുകളും വരാം. അതിന്റെ സ്ട്രക്ചറിൽ ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന ഓപ്പറേഷനിൽ ആയിക്കോട്ടെ, പല എന്താണ് ചേഞ്ചസുകളും അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചേഞ്ചസ് വരുമ്പോ വാല്യൂസില്, അക്കൗണ്ടബിലിറ്റിയില്, അതുപോലെ തന്നെ ക്വാളിറ്റിയില്, എഫിഷ്യൻസിയില്, ട്രാൻസ്പെറൻസിയിലൊക്കെ ഇവയിലൊക്കെ എന്ത് വരാം? മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ? ചേഞ്ചസുകൾ ഉണ്ടാകുമ്പോ അതിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലെ, ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാര്യക്ഷമത, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റിയിലൊക്കെ പല ചേഞ്ചസുകളും ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ? ജിയോബിസ് പ്രൊവൈഡ്സ്. ജിയോബിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജൻസിയാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ജിയോബിസ് നെക്സ്റ്റ് പോയിന്റിലും പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു അരികത്തൊന്ന് എഴുതി വെച്ചാൽ മതി. മീനിങ് ഒന്ന് പറഞ്ഞു തരാം. ജിയോബിസ് ഇൻകോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ നെയിം കേട്ടോ. ഇൻകോർപ്പറേഷൻ, ജിയോബിസ് ഇൻകോർപ്പറേഷൻ appears to be a company name GeoBIS Incorporation appears to be a company name, comma, likely specializing in healthcare solutions, comma, consulting or technology. GeoBIS Incorporation appears to be a company name likely specializing in healthcare solutions, consulting or technology. Okay, GeoBIS Incorporation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഏജൻസിയാണ്. അത് എന്താണ് നല്ല രീതിയിൽ എന്താണ് എന്താ പറയാ ഈ ഓപ്പറേഷൻസ് ആയാലും അതുപോലെ തന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഏതാ പറയണ്ടേ? ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ ആണോ പറയാട്ടോ? പറഞ്ഞുതരാം. GeoBIS Incorporation, GeoBIS, GeoBIS Incorporation appears to be
a company name, comma, likely specializing in healthcare solutions consulting or technology Okay, ഒന്നുകൂടി വായിക്കാം. Geovis Incorporation appears to be a company name likely specializing in healthcare solutions, consulting or technology. Okay ആണോ? Okay, അപ്പോൾ Geovis Incorporation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സൊല്യൂഷൻ നൽകുന്ന ഒരു ഏജൻസി ആണ്. ഏതൊക്കെ മേഖലകളിൽ കൊടുക്കുന്നുണ്ട്? മെഡിക്കൽ ടെക്നോളജി, അതുപോലെ തന്നെ കൺസൾട്ടിംഗ് സർവീസ്, ഓപ്പറേഷണൽ ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് കെയർ മേഖലകളിൽ ഏതെങ്കിലും മേഖലകളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് വരുത്താം അല്ലെ, നമ്മൾ ഓഡിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തുന്നതിലും, അതുപോലെ തന്നെ മെഡിക്കൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൺസൾട്ടിംഗ് സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ജിയോവിസ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Geovis provides healthcare solutions designed to help clients optimize their performance in the short term and prepare for inevitable strategic, operational and financial challenges of the future. ഇവിടെ പറയുന്നത് ഇപ്പൊ നിലവിലുള്ള പെർഫോമൻസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വരാൻ പോകുന്ന വെല്ലുവിളികൾ അല്ലെ, പല ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടിയും എന്താണ് ഹെൽത്ത് കെയർ മേഖലകൾക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ എന്താണ്, അതിനും പല രീതിയിലുള്ള വെല്ലുവിളികൾ അല്ലെ, ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ജിയോവിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചലഞ്ചസിനെ അങ്ങനെയുള്ള ചലഞ്ചസ് എന്തിനൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്? സ്ട്രാറ്റജീസിൽ അല്ലെ, ആസൂത്രണങ്ങളില്, അതുപോലെ തന്നെ ഓപ്പറേഷനുകളില്, അതിന്റെ പ്രവർത്തനങ്ങളില്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അല്ലെ, ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടതും സ്ട്രാറ്റജിക്കുമായിട്ട് ബന്ധപ്പെട്ടതും ഓപ്പറേഷണലുമായിട്ട് ബന്ധപ്പെട്ട പല ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വരുന്ന ചലഞ്ചസിനെ നേരിടാൻ വേണ്ടിയിട്ടും ജിയോവിസ് ഇൻകോർപ്പറേഷൻ ഏജൻസി അല്ലെങ്കിൽ ജിയോവിസ് കോർപ്പറേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വേ ഫോർവേഡ് ആൻഡ് ജിയോവിസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഒരു കോംപ്ലക്സ് ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് കുറെ ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഓപ്പറേഷനിലായിക്കോട്ടെ, അതിന്റെ സ്ട്രക്ചറിലായിക്കോട്ടെ, പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറെ ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചലഞ്ചസുകൾ നമ്മൾ ചേഞ്ചസ് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ വാല്യൂസില്, അക്കൗണ്ടബിലിറ്റിയില്, അതിന്റെ ക്വാളിറ്റിയില്, എഫിഷ്യൻസിയില്, ട്രാൻസ്പെറൻസിയിലൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ചസ് വരുമ്പോ പല ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ പല വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. പിന്നെന്താ, ജിയോവിസ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സൊല്യൂഷൻ നൽകുന്ന ഒരു ഏജൻസിയാണ്.
നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു മെഡിക്കൽ ടെക്നോളജി സർവീസിൽ, അതുപോലെ തന്നെ എന്താ കൺസൾട്ടിങ് സർവീസിൽ ഓപ്പറേഷണൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് നമുക്ക് സൊല്യൂഷൻ നൽകുന്ന ഒരു ഏജൻസി ആണെന്ന് പറയുന്നത് അല്ലെ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് ഒരു ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഏജൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ ടെക്നോളജി, കൺസൾട്ടിങ് സർവീസസ്, ഓപ്പറേഷണൽ ഇംപ്രൂവ്മെന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നിലവിലുള്ള പെർഫോമൻസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും വരാൻ പോകുന്ന വെല്ലുവിളികളെ, അതായത് ചലഞ്ചസിനെ നേരിടാൻ വേണ്ടിയിട്ടും ഈ ജിയോവിസ് കോർപ്പറേഷൻ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതിനൊക്കെയാണ് അങ്ങനെയുള്ള ചലഞ്ചസുകൾ എന്തിനെല്ലാം വരുന്നുണ്ടെന്നാണ് പറയുന്നത്? എന്തിനെല്ലാമാണ്? ആസൂത്രണങ്ങളിൽ അല്ലെ, സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആസൂത്രണങ്ങളിലും ഓപ്പറേഷൻസിൽ അവിടെ നടക്കുന്ന ഹോസ്പിറ്റൽ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ അല്ലെ, കോസ്റ്റിൽ അല്ലെ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ചലഞ്ചസുകൾ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇത് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. Clinical operations. To improve clinical and operational effectiveness, GeoVis Incorporation, അതിന്റെ ഷോർട്ട് ഫോം ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. INC എന്നുള്ളത് ഇൻകോർപ്പറേഷൻ ആണ്. GeoVis Incorporation helps clients reduce clinical variations and improve length of stay process. Concurrently, we identify opportunities to enhance the patient flow, improve the precision of clinical documentation and coding system, and maximize the clinical capacity. We also evaluate the clinical care management, quality outcomes, structural and medical management. ഇവിടെ പറയുന്നത് എന്താ? ക്ലിനിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓപ്പറേഷണൽ രീതിയിൽ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജിയോവിസ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഏജൻസീസ് അത് എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളായാലും അവിടുത്തെ എല്ലാ ഓപ്പറേഷൻ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ കാര്യങ്ങളായാലും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ജിയോവിസ് ഇൻകോർപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കൽ വാരിയേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് എന്തായിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം ലെങ്ത് ഓഫ് സ്റ്റേ? ആയിരിക്കാം ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറേഷൻ, പേഷ്യന്റ് സ്റ്റേ അല്ലെ. നമുക്കറിയാം ഇൻ പേഷ്യൻസിനെ നമ്മൾ അവിടെ കിടക്കാറുണ്ട് അല്ലെ, അഡ്മിറ്റ് ആക്കി ചികിത്സിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഡ്യൂറേഷൻ കുറയുകയാണെങ്കിൽ അവർക്ക് കോസ്റ്റ് കുറയും. അതുപോലെ തന്നെ നല്ല രീതിയിൽ കെയർ കൊടുക്കുകയാണെങ്കിൽ രോഗികൾ അത് അധികം ദിവസം കിടക്കേണ്ടത് നമുക്ക് ഒഴിവാക്കാം അല്ലെ. ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർ ഇംപ്രൂവ്മെന്റ് ആക്കി വീട്ടിലേക്ക് വിടാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പോ അവർക്ക് അധികം കോസ്റ്റ് വരുന്നില്ല, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നില്ല അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ക്ലിനിക്കൽ വാരിയേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Concurrently, we identify opportunities to enhance the patient flow, improve the precision of a clinical documentation and the coding system, and maximize the clinical capacity. ഇതാണ് അവിടെ പറയുന്നത്. രോഗികളുടെ ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്, പരിചരണ ശേഷി പരമാവധി ആക്കുന്നതിന് വേണ്ടിയിട്ടും സ്റ്റാഫുകളെ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? രോഗികളുടെ ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും പരിചരണ ശേഷി പരമാവധി ആക്കാൻ, രോഗികളെ കെയർ ചെയ്യുന്നത് നല്ല രീതിയിൽ പരമാവധി ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. പിന്നെന്താ? We also evaluate the clinical care management, the quality outcomes, the structure and the medical management.
അതുപോലെ തന്നെ ക്ലിനിക്കൽ കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി, അതുപോലെ തന്നെ സ്ട്രക്ചറൽ മെഡിക്കൽ മാനേജ്മെന്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് ക്ലിനിക്കൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജിഒബിസ് സഹായിക്കുന്ന രീതിയാണ്. ആ ഏജൻസി സഹായിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇഫക്റ്റീവ് ഓപ്പറേഷൻസ് ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ജിഒബിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലിനിക്കൽ വാരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും പേഷ്യൻസിന്റെ ലെങ്ത് ഓഫ് സ്റ്റേ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പേഷ്യന്റ് ഫ്ലോ പേഷ്യന്റ് ഫ്ലോ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഡോക്യുമെന്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടും പേഷ്യന്റിനെ പരിചരിക്കുന്നത് പരമാവധി ആക്കുന്നതിന് വേണ്ടിയിട്ടും സ്റ്റാഫുകളെ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താ ക്ലിനിക്കൽ കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ഔട്ട്കംസ്, സ്ട്രക്ചർ ആൻഡ് മെഡിക്കൽ മാനേജ്മെന്റ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 3 പോയിന്റ്സ് വായിക്കാം കേട്ടോ. ചെറിയൊരു പോയിന്റും കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മള് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, partnering with the doctors, way forward and GOBS corporation contribution, clinical operations. കേട്ടോ. ചെയ്യുന്നോ?
നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. GeoVisa Incorporation provides clients with the expertise to successfully address the many challenges of the marketplace and reach optimal performance with the in-depth knowledge of best practices combined with the real-world operations experience. Our experts likely evaluate the options and develop sustainable solutions. ഇവിടെ പറയുന്നത് എന്താ? ഓർഗനൈസേഷനിൽ വരുന്ന ഒബ്സ്റ്റാക്കിൾസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ചലഞ്ചസ് ഉണ്ടാവുമല്ലോ, ആ ചലഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്ത് അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടോപ്പ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ടും GeoVisa Incorporation ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പറഞ്ഞു ഓരോ ഓർഗനൈസേഷനുകളിലെ ഹെൽത്ത് കെയർ മേഖലകളിൽ പല പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന് പല ചേഞ്ചസ് എന്താണ് ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന ചലഞ്ചസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഓവർകം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും GeoVisa Incorporation ഹെൽപ്പ് ചെയ്യുന്നു. എക്സ്പേർട്സ് അവരുടെ അറിവും അനുഭവവും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ടുകളായാൽ നമുക്കറിയാലേ എവിടേക്കാണ് എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, എവിടേക്ക് തെറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് നമ്മൾ കണ്ടെത്തുകയും അല്ലെ എവിടേക്കാണ് ഫോൾട്ട് വന്നിരിക്കുന്നത് അത് കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എക്സ്പേർട്ടൈസുകൾ. ഇനി എന്താ? ഫ്രം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് point of view, the hospital administrators point of view എന്ന് പറയുന്നത് നോക്കിയേ, our account would indeed very disappointing as there are no ready-made shortcuts on the offer to improve the outcomes. However, it is important to realize that health is a social phenomenon and a public hospital is a social institution which cannot be studied in isolation from the societal condition in which it operates. The analysis presented here is in conformity with this reality. However, we are sure that there still are public hospitals that offer much to learn in terms of internal working of these hospitals for improving the service of a public hospital. Okay, എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളുടെ പരിഹാരം ഒരു നിരാശാജനകമായിട്ട് തോന്നിയത് ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല അല്ലെ, ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത ചില തടസ്സങ്ങൾ ഉണ്ടാവാം അല്ലെ. എങ്ങനെയും ഏത് വഴിയും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, കാരണം അത് ദ്രുതഗതിയിലെ പരിഹാരങ്ങളോ അല്ലെങ്കിൽ കുറുക്ക് വഴികളോ വാഗ്ദാനം ചെയ്യുന്നില്ല. നമുക്ക് കുറുക്ക് വഴികളിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് പരിഹരിച്ച് തീർക്കാനായിട്ടോ സാധിക്കാത്ത പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ സമയം എടുത്ത് ഒരു എന്താണ് കുറച്ച് ടൈം എടുക്കാം അത് നമ്മൾ പരിഹരിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലേ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പകരം ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പരിശ്രമവും അധ്വാനവും ആവശ്യമാണ്. ഇനി അഥവാ എന്താണ് നമുക്ക് ഇങ്ങനെ തടസ്സങ്ങള് ഫേസ് ചെയ്ത് അത് പരിഹരിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കാം, എന്താണ് കുറെ കൂടി അതിനു വേണ്ടിയിട്ട് നമ്മുടെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആരോഗ്യവും ഹോസ്പിറ്റലും സാമൂഹ്യമായും അതിന്റെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ആരോഗ്യത്തിന്റെയും ആശുപത്രികളുടെയും
യഥാർത്ഥ സാമൂഹിക പശ്ചാത്തലം കണക്കിലെടുത്താണ് വിശകലനം നടത്തേണ്ടത്. ആ റിയാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അനലൈസ് നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ചില പൊതു ആശുപത്രികളില് ഫലപ്രദമായ സംവിധാനങ്ങളുണ്ട്. അവ പഠിക്കാനും മറ്റുള്ളവ മെച്ചപ്പെടുത്താനും ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമുക്ക് എന്താണ് നമ്മളുടെ എന്തെങ്കിലും ചലഞ്ചസുകളെ നമുക്കത് മാറ്റി ആ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ തരണം ചെയ്യാനായിട്ട് സഹായകമാണ്. ഇനി എന്താ തേർഡ് പാരഗ്രാഫ് നോക്കിയേ. Taken overall, the public healthcare system in the country stands at the crossroads where there is a little in the present system that is emulating. However, even when the difficulties appear insurmountable, the solution lies in propagating and creating space for an attractive paradigm in the realm of theory and practices. In order that the theory gains in validity, it must develop the language to articulate people's struggles for the alternative development paradigm. എന്താണ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്? നിലവിലെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, അതായത് പൊതുജന ആരോഗ്യ സംവിധാനം, പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് അല്ലെ. സോ അതിന് കൃത്യമായിട്ടുള്ള പുരോഗതി ആവശ്യമാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതെന്താണ് പുരോഗതി? ഇപ്പോ പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കാട്ടിൽ കുറവാണ് അല്ലെ പുരോഗതി വരുന്നത്. പുരോഗതി വരുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫെസിലിറ്റീസും കാര്യങ്ങളും അതൊക്കെ കുറവാണ് അല്ലെ. ഓക്കെ, അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുരോഗതി അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക്? പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്. വെല്ലുവിളികൾ വളരെ പുതിയതായിട്ട് നമ്മൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, സയൻറ്റിസ്റ്റുകൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയങ്ങളിലും പ്രവൃത്തികളിലും പുതിയതും മികച്ചതുമായിട്ടുള്ള ഒരു സമീപനം സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. വെല്ലുവിളികൾ നേരിടാൻ പുതിയ ആശയങ്ങൾ അത്യാവശ്യമാണ് അല്ലെ. ചലഞ്ചസുകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ചലഞ്ചസുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ മേഖലകളാണെങ്കിൽ അതിനെ നേരിടാനായിട്ടുള്ള പുതിയ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആശയങ്ങള് ആളുകളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത്യാവശ്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ആളുകളുടെ നീഡ്സ്, വാണ്ട്സ് ഇവയൊക്കെ അനുസരിച്ച് അത് കണ്ടെത്തുകയും അവർക്ക് വേണ്ട മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും വേണം അല്ലെ. നമുക്കറിയാം കാലത്തിനോടനുബന്ധിച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ പബ്ലിക് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയും സംബന്ധിച്ചിടത്തോളം ഒരു പടി മേലിൽ നിൽക്കുന്നത് എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അല്ലെ. ഇപ്പോഴുള്ള ആളുകള് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ നല്ല കെയറിങ്ങുമാണ് അല്ലെ. എവിടെ ചെന്നാലും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ പബ്ലിക് ഹോസ്പിറ്റലുകൾ നേരിടുന്നുണ്ടെന്നെങ്കിൽ കൂടിയും അവരുടെ എന്താണ് ചലഞ്ചസുകൾ നോക്കിക്കൊണ്ട് ആളുകൾക്ക് എന്തൊക്കെയാണ് ആളുകളുടെ നീഡ്സ്, വാണ്ട്സ് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഈ പബ്ലിക് ഹോസ്പിറ്റലുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എന്താണ് അവിടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആളുകൾ അവിടേക്ക് വരും ഇല്ലേ. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ 3 പാരഗ്രാഫ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അയച്ചു കഴിഞ്ഞോ? അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മറികടക്കാനാവാത്ത കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ എന്താ മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കി കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് ചലഞ്ചസ്, അതിനുള്ള കാര്യങ്ങള് തരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഷോർട്ട് ഫോംസുകളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക. GICS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്ലോബൽ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അതൊക്കെ ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇയേഴ്സ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് കൂടുതലും പറയുന്നത് സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ഓരോ വരിയിലും സോഫ്റ്റ്വെയർ സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാം കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നിമിഷം എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 4 ആണ് കേട്ടോ. ചാപ്റ്റർ 4 എന്താ? HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് HIS എന്ന് പറഞ്ഞാല്? ഓർമ്മയുണ്ടോ? എന്താണ് HIS? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണോ? അഡ്മിനിസ്ട്രേഷൻ ആണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മറന്നുപോയാ? HIS. ഓക്കെ, എന്ത് പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്? HIS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മള് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച സംവിധാനങ്ങൾ തന്നെ അല്ലെ, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെ. സോഫ്റ്റ്വെയർ ആണ്. പേഷ്യന്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ. വെരി ഗുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ചാപ്റ്റർ 4 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എടുത്തോ? പേജ് നമ്പർ എത്രയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. 66. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. The hospital information system HIS is an element of health informatics that focuses mainly on the administrational needs of a hospital. In many implementations, HIS is a comprehensive integrated information system designed to manage all the aspects of hospitals' operations, such as medical, administrative, financial, and legal issues, and the corresponding processing of a service system. Hospital information systems are also known as hospital management software,
or hospital management system. Underline ചെയ്ത് വെക്കാം. HISനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്? HIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? is a element of health informatics that focuses mainly on the administrational needs of a hospital. അപ്പൊ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണപരമായിട്ടുള്ള അല്ലെ ആശുപത്രികളുടെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളില് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആരോഗ്യ ഇൻഫോർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് HIS എന്ന് പറയുന്നത്. എന്താണ്? ആശുപത്രികളുടെ ഭരണപരമായ ആവശ്യങ്ങളില് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആരോഗ്യ ഇൻഫോർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് HIS അല്ലെങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പല നിർവഹണങ്ങളിലും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങള്, സേവനങ്ങളുടെ അനുബന്ധ പ്രോസസ്സിംഗ് എന്നിങ്ങനെ ആശുപത്രിയുടെ പ്രവർത്തനത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമഗ്രവും സംയോജിതവുമായിട്ടുള്ള വിവര സംവിധാനമാണ് എന്ത്? HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ആശുപത്രിയുടെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളില് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ആരോഗ്യ ഇൻഫോർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് എന്ത്? HIS എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? In many implementations, HIS is a comprehensive integrated information system designed to manage all the aspects of hospitals operations such as medical, administrative, financial and legal issues and the corresponding processing of services. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? പല നിർവഹണങ്ങളിലും ഏതൊക്കെയാണ്? മെഡിക്കൽ ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് ആവാം, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അല്ലെ, സേവനങ്ങളുടെ അനുബന്ധമായിട്ടുള്ള പ്രോസസ്സിംഗ് എന്നിങ്ങനെ ആശുപത്രികളുടെ പ്രവർത്തനത്തിന്റെ എല്ലാ വശങ്ങളിലും അല്ലെ, എല്ലാ വശങ്ങളിലും മൂലകളിലും അല്ലെ, നമുക്ക് പറയാൻ പറ്റും ആശുപത്രികളുടെ എല്ലാ വശങ്ങളിലും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമഗ്രവും സംയോജിതവുമായിട്ടുള്ള വിവര സംവിധാനത്തെയാണ് HIS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓൾസോ നോൺ ആസ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? HIS is a comprehensive integrated information system built for managing and operation in running healthcare facilities. HIS, as any other combined system, needs time for developing, requires special type of professional skills for development and software production. But most importantly, it costs money for development, installation, support and upgrade. ഇവിടെ പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ നടത്തിപ്പിലെ പ്രവർത്തനങ്ങള് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നിർമ്മിച്ച സമഗ്രവും സംയോജിതവുമായിട്ടുള്ള ഒരു വിവര സംവിധാനമാണ് എന്ന് പറയുന്നത് HIS എന്ന് പറയുന്നത് അല്ലെ. ഹെൽത്ത് കെയറിലെ എല്ലാ ഫെസിലിറ്റീസിന്റെയും നടത്തിപ്പിന് വേണ്ടിയിട്ട് അല്ലെ, എല്ലാ സൗകര്യങ്ങളും നമുക്കറിയാം. എന്താണ്? ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റുകള്, പല അല്ലെ, റേഡിയോളജി, ENT, ഓർത്തോ, അവിടെയൊക്കെ എന്താണ് സംവിധാനങ്ങൾ ഉണ്ടല്ലേ. ആ സംവിധാനങ്ങളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? അവിടെ HIS ആവശ്യമാണ്.
പിന്നെ എന്താ പറയുന്നത്, HIS as any other combined system need time for developing, requires a special type of professional skills for development and software production, but most importantly, it cost money for development, installation, support and upgrade. ഇവിടെ പറയുന്നത് മറ്റൊരു സംയോജിത സംവിധാനത്തെയും പോലെ തന്നെ ഈ HIS-നും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം അത്യാവശ്യമാണ് അല്ലെ. വികസിപ്പിക്കുന്നതിനും സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രത്യേക തരം പ്രൊഫഷണൽ കഴിവുകൾ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തിനൊക്കെയാണ്? അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെ, അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട്, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സമയം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റും ആകുന്നുണ്ട്. മനസ്സിലായോ? HIS എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. അത് നമ്മുടെ ഹോസ്പിറ്റലുകളില് നമ്മൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോസ്റ്റുകൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ടൈമും വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? 2 പാരഗ്രാഫ് വായിച്ചു നോക്കി. വായിച്ചു നോക്കാട്ടോ, ഇത്ര എടുക്കുന്നുള്ളൂ, വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വാങ്ങിച്ച് മനസ്സിലാക്കിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.